ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മുടെ കണ്ണുകളെ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് പൂർണ്ണമായി അടയ്ക്കാം. കൈകളെ ഒന്ന് കൂപ്പിപ്പിടിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, അവിടുത്തെ മഹാകാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അവിടുത്തെ പ്രിയപുത്രനായ യേശുവിന്റെ സന്നദ്ധിയിലായിരിക്കുവാൻ കാരണമായിട്ടുള്ളത്. അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് പറഞ്ഞു, എന്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവരെ ഞാൻ തള്ളിക്കളയില്ലെന്ന്. ഈശോയെ, ഞങ്ങളെ ആരും തള്ളിക്കളയാതെ ജീവൻ നൽകുവാനായി, സൗഖ്യപ്പെടുത്തുവാനായി ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന ഈശോയെ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപരിശുദ്ധാത്മാവായ ദൈവമേ, നിത്യസഹായകനായ തമ്പുരാനെ, ഞങ്ങളുടെ കൂടെയായിരിക്കുകയും അവിടുത്തെ ജ്ഞാനത്താല്, കൃപകളാല്, വരങ്ങളാല്, ഫലങ്ങളാല്, ദാനങ്ങളാല് ഞങ്ങളെ നിറച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് യേശുവിനെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. പരിശുദ്ധാമേ ദൈവമാതാവേ, അമ്മ തമ്പുരാന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കിരിക്കാം. സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സത്വാർത്തയായ ഈശോയെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് അവൻ നൽകുന്ന അനുഗ്രഹങ്ങളെ, കൃപകളെ, ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പുതുവത്സരത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ സ്നേഹപൂർവം ഈ വചന സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും ആദ്യമായി തന്നെ പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. കരുണയുടെ വർഷം ആചരിക്കുന്ന ഈ വർഷം അതിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് തമ്പുരാന്റെ കരുണയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഒന്ന് ധ്യാനിക്കാം. ദൈവം അവിടുത്തെ മഹാകാരുണ്യത്താല് നമ്മെ ഓരോരുത്തരെയും ഇവിടെ ആയിരിക്കുവാന് അനുവദിച്ചിരിക്കുകയാണ്. എന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു. എന്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവ് എപ്രകാരമാണ് നമ്മോട് കരുണ കാണിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തന്റെ ഏകജാതന നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതേ പ്രിയമുള്ളവരെ, പാപികളും ബലഹീനരുമായി നമ്മളെ വീണ്ടെടുക്കുവാനായി, നമുക്ക് ജീവൻ നൽകുവാനായി ഇതാ തമ്പുരാൻ തന്റെ ഏകജാതനെ ബലി കഴിക്കുവാനായി തീരുമാനിക്കുന്നു. ആ തീരുമാനപ്രകാരം ഇതാ അവിടുന്ന് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുന്നു. അവിടുത്തെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ വലിയ പ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത്. ഓരോ ക്രിസ്തുമസിലും ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തന്റെ ഏകജാതനെ പൂർണ്ണമായിട്ട് പാപികളും ബലഹീനമായി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വിട്ടുതരുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ കാരുണ്യത്തിന്റെ കഥയാണ്. ഓരോ ക്രിസ്തുമസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നിസ്വാർത്ഥമായി നമുക്കുള്ളവ ഇല്ലാത്തവരുമായി പങ്കുവെച്ചുകൊണ്ട് പാപത്തില്, അടിമത്തത്തില്, പതനത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളെ
കൈപിടിച്ചുയർത്തി ദൈവസ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ ക്രിസ്തുമസും നമുക്ക് നൽകുന്ന സന്ദേശം. അതിനാൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവർ, നമുക്കറിയാം ബൈബിൾ എന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു ഗീതം തന്നെയാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് കാണിക്കുന്ന മഹാകരുണയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. വലിയ സ്നേഹത്തിന്റെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതാ തന്റെ വാക്കിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ കൊണ്ട്, തന്റെ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കരുണ കാണിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ തന്റെ സ്നേഹത്താല് പ്രത്യാശയുടെ പാലം പണിതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കളെ തന്നോട് ചേർക്കുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ ചിത്രം നമുക്ക് കാണാം. ഇത് കാണണമെങ്കിൽ ആദ്യമായി തന്നെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നുചെല്ല. ഇതാ ഏദൻ തോട്ടത്തില് തന്റെ പ്രിയപ്പെട്ട മക്കളായ ആദത്തെയും ഹവ്വയെയും ദൈവം വാസമർപ്പിച്ചു. അതെ, എല്ലാവിധ സുഖസൗകര്യങ്ങൾ അവർക്ക് നൽകി. അവർക്ക് നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയുന്ന വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുതെന്നുള്ള ഒരു കൽപ്പന കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ അവരെ അനുവദിച്ചു. എന്നാൽ നമുക്കറിയാം, പിശാചിന്റെ പ്രേരണയ്ക്ക് വിധേയമായിക്കൊണ്ട് ദൈവകൽപ്പന ലംഘിച്ച് അനുസരണക്കേട് കാണിച്ച ആദവും ഹവ്വയും പാപം ചെയ്തു. അവർ നഗ്നരായി മാറി. പാപം ചെയ്യുന്ന ഓരോ വ്യക്തിയും നഗ്നരായി തീരുകയാണ് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ. അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരിതാ ദൈവസന്നിധിയിൽ നോടിയകന്ന് മരങ്ങൾക്ക് മറവില് പതുങ്ങിയിരിക്കുക. നഗ്നത മറയ്ക്കാനായി അവർ ചെയ്തെന്താണ്? ഇലകൾ കൊണ്ട് ചേർത്ത് തുന്നിയ വസ്ത്രം അണിഞ്ഞിരിക്കുക. ദൈവമായ കർത്താവ് സാധാരണ എന്ന പോലെ ആ തോട്ടത്തിലേക്ക് കടന്നു വന്നു. ആദ്യത്തെ വിളിച്ചു, നീ എവിടെയാണ്? അവൻ പറഞ്ഞു, ഞങ്ങൾ ഭയന്നിവിടെ ഒളിച്ചിരിക്കുകയാണ്. ദൈവം ചോദിച്ചു, നീ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചുവല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നുണ്ട്, ദൈവം അവരെ കുറ്റപ്പെടുത്തുന്നില്ല. മെച്ചപ്പെട്ട ഒരു വസ്ത്രം നൽകി അവരെ സ്നേഹിക്കുകയാണ്. പ്രിയമുള്ളവർ, മെച്ചപ്പെട്ട വസ്ത്രം ദൈവം അവരെ അണിയിച്ചു. അതിലൂടെ ദൈവം പറഞ്ഞു വെക്കുക, എന്റെ മക്കളെ, നിങ്ങൾ പാപം ചെയ്തെന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും ഒരിക്കലും ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന്. അത് പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ വചനത്തിലൂടെ ആദവും ഹവ്വയും ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കുകയും അവനിലേക്ക് തിരിയാനുള്ള ഒരു പാലം തമ്പുരാൻ പണിത പാലത്തിലൂടെ കടന്നു വരാൻ ശ്രമിക്കുകയും ചെയ്യുക. വീണ്ടും അവരുടെ പാപത്തിന്റെ പരിണതഫലമായിട്ട് പർദീസായിൽ നിന്ന് അവരെ പുറത്താക്കുന്നുവെങ്കിലും ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുക. ആ രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ വീണ്ടും ദൈവം പറയുക, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന്. പിന്നെ പ്രിയമുള്ളവരെ, നമ്മൾ തിരുവചനങ്ങളെ കടന്നു വരുമ്പോൾ നമുക്കറിയാം, ആദത്തിന്റെയും ഹവ്വയുടെയും മക്കളായ ഹാബേലും ഖായേലും തന്റെ ഇളയ സഹോദരനോട് അസൂയമൂത്ത് അവനെ വകവരുത്തുന്ന ഖായേല്, കൊലപാതകിയായ ഖായേല്, അവന്റെ അടുത്തേക്ക് ദൈവം കടന്നു വരികയാണ്. ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് പറയാതെ കടന്നു പോകാൻ സാധിക്കുകയില്ല. പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നകന്ന് കഴിയുന്ന ഖായേലിന്റെ അടുത്തേക്ക് ദൈവം കടന്നു വന്നു. അവനും ശിക്ഷണം നൽകുകയാണ് ദൈവം. അവനോട് ദൈവം പറഞ്ഞു, നീ ഭൂമിയിൽ അലഞ്ഞു നടക്കും, നീ കൃഷി ചെയ്താൽ നിനക്ക് ഭൂമി ഫലം തരികയില്ല. അപ്പോൾ ഖായേൽ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ അലഞ്ഞു നടക്കുമ്പോൾ മറ്റുള്ളവരെന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കില്ലേ? ദൈവം പറഞ്ഞു, ഇല്ല ഖായേലേ, നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവനെ ഞാൻ 7 മടങ്ങ് ശിക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഖായേലേ, നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നവനെ 7 മടങ്ങ് ഞാൻ ശിക്ഷിക്കുമെന്ന് അരുളി ചെയ്തുകൊണ്ട്, മകനെ ഖായേലേ, ഞാൻ നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖായേലിനും ദൈവത്തിനുമിടയിൽ അവിടുന്ന് സ്നേഹം കൊണ്ടൊരു പ്രത്യാശയുടെ പാലം പണിയുക ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രത്യാശയുടെ ഒരു പാലം പണിത് വെച്ചു തമ്പുരാൻ, നിനക്ക് ഏത് നിമിഷവും എന്നിലേക്ക് കടന്നു വരാം, നീ ഞാൻ സ്നേഹിക്കുന്നു, നീ നിന്റെ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിച്ച് എന്നിലേക്ക് മടങ്ങി വരിക. പ്രിയമുള്ളവരെ, നമ്മോടും തമ്പുരാൻ പറയുന്ന ഇത് മാത്രമാ, എന്റെ മകനെ മകളെ, നീ എത്രമാത്രം പാപം ചെയ്ത് എന്നിൽ നിന്ന് അകന്നു പോയവനാണെങ്കിലും ഇതാ ഞാനിതാ ഇവിടെ നിന്നെ കാത്തിരിക്കുന്നു, നീ പ്രത്യാശയോടെ എന്നിലേക്ക് കടന്നു പോവാ, നിന്റെ പാപസാഹചര്യം ഉപേക്ഷിച്ചോട് കടന്നു പോവാ. നീ ഏത് തരത്തിലുള്ള പാപമായിക്കൊള്ളട്ടെ ചെയ്തിരിക്കുന്നത്, അതിലും വലുതല്ലേ എന്റെ പുത്രൻ. നിന്റെ പാപത്തെക്കാളൊക്കെ ഉപരിയല്ലേ എന്റെ പുത്രന്റെ വില. എന്റെ പുത്രനെ നിനക്കായിട്ട് ഞാൻ ബലിയായി സമർപ്പിക്കാൻ തയ്യാറായെങ്കിൽ അത് നിന്നെയും കൂടി നേടിയെടുക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതൊരു തരത്തിലുള്ള പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, കഠിനഹൃദയനായിട്ട് കഴിയുന്ന മകനാണെങ്കിലും, ദൈവം ആഗ്രഹിക്കുന്നവന്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ചിന്തിക്കാം, പാപം ചെയ്ത് തിന്മ പ്രവർത്തിച്ചു കഴിയുന്ന ഒരു സഹോദരനോട് സഹോദരിയോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മൾ പലപ്പോഴും അവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഭവനത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തും.
ഒരിക്കലും തമ്പുരാനിലേക്ക് നമ്മളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവരോട് കരുണയോടെ പ്രവർത്തിച്ച് കൃപയുടെ ഒരു പാലം പണിയാൻ നമുക്ക് സാധിക്കാതെ വരും. ഒത്തിരിയേറെ മക്കൾ നമ്മളെ ജീവിതത്തിലും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മുടെ ദൈവം നമ്മളോട് കരുണ കാണിച്ചുവെങ്കിൽ, സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളോട് കരുണ കാണിച്ചുവെങ്കിൽ എപ്രകാരം നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കേണ്ടവരാണ്. വീണ്ടും പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഈശോയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കുരിശിൽ കടന്നുകൊണ്ട് ഈശോ എപ്രകാരമാണ് പ്രാർത്ഥിച്ചത്. തന്നെ അപമാനിച്ചവരോട്, തന്നെ കുത്തിമുറിവേൽപ്പിച്ചവരോട് ഈശോ പൂർവാധികം ക്ഷമിച്ചുകൊണ്ട് തമ്പുരാന്റെ സന്നദ്ധിയിലെ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ പ്രാർത്ഥന കേട്ടിട്ട് അനേകർ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു. സത്യത്തിൽ ഇവൻ നീതിമാനായിരുന്നു എന്ന്. വലതുഭാഗത്ത് കിടന്ന കള്ളന് ഇവനെക്കുറിച്ച് മനസ്സിലായി, ഇവന്റെ രാജ്യത്തെക്കുറിച്ച് മനസ്സിലായി. ഇവന്റെ രാജ്യം വളരെ മനോഹരമാണ്, സമാധാനവും ശാന്തി നിറഞ്ഞ ഒരു രാജ്യമാണ് അവന്റെ രാജ്യമെന്ന് മനസ്സിലാക്കിയിട്ട് ആ കള്ളൻ ഈശോയോട് പറഞ്ഞു, കർത്താവേ, യേശുവേ, നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ആ മകനോട് ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. ഹല്ലേലൂയ! ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന് പ്രത്യാശ നൽകുന്ന കർത്താവ്, സ്നേഹം കൊണ്ടൊരു പ്രത്യാശയുടെ പാലം പണിത് ആ മകനെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കർത്താവ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുകയാണ്, യേശുവിന്റെ മരണം സ്ഥിരീകരിക്കാനായിട്ട് പടയാളി തന്റെ മൂർച്ചയേറിയ കുന്തം യേശുവിന്റെ ഹൃദയത്തിൽ കുത്തിയിറക്കി. പ്രിയമുള്ളവരെ, ഒരു കണ്ണ് അന്ധത ബാധിച്ച മകന്റെ കണ്ണിലേക്ക് അവന് സൗഖ്യം പകരുവാനായിട്ട് യേശു തന്റെ അവസാന തുള്ളി രക്തം പോലും സൂക്ഷിച്ചു വെച്ചിരുന്നു. ആ അന്ധന് കാഴ്ച നൽകുവാനായിട്ട്, അവന്റെ ജീവിതത്തിന് മാറ്റം വരുവാനായിട്ട് അവസാന തുള്ളി രക്തം പോലും ഈശോയുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. പ്രിയമുള്ളവരെ, ആ പടയാളിക്ക് തമ്പുരാൻ ഇതാ പ്രത്യാശയുടെ ഒരു പാലം പണിത് കൊടുക്കുക. ഏത് നിമിഷം നിനക്കെന്നിലേക്ക് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, തന്റെ പ്രിയ ശിഷ്യനായ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ചുംബിച്ചുകൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഈശോ ഇപ്രകാരം യൂദാസിനോട് പറയുക, സ്നേഹിത, നീ ചുംബനം കൊണ്ടാണോ മനുഷ്യപുത്രന് ഒറ്റിക്കൊടുക്കുന്നത്? സ്നേഹിത, നീ ചുംബനം കൊണ്ടാണോ ഈ മനുഷ്യപുത്രന് ഒറ്റിക്കൊടുക്കുന്നത്? അവിടെയും അവനെ വെറുക്കാതെ സ്നേഹിത എന്ന് വിളിച്ചതിലൂടെ പ്രത്യാശയുടെ ഒരു പാലം കർത്താവ് അവന് പണിതു കൊടുത്തു. എങ്കിലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് അവനില്ലാതെ പോയി. പ്രിയമുള്ളവരെ, ഇപ്രകാരം പ്രത്യാശയുടെ പാലം പണിത് ഓരോ ജീവിതത്തിനും തിരിച്ചു വരാനുള്ള അവസരം നൽകുന്ന കർത്താവിന്റെ സ്നേഹവും കരുണയും നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്രകാരം നമ്മളെ വേദനിപ്പിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കുവാനോ തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനോ അവസരം നമ്മൾ കൊടുക്കാറുണ്ടോ? ഇതാ, പലപ്പോഴും പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം. ആ പിണക്കം നീരസം, വെറുപ്പും വിദ്വേഷവുമായി തമ്പുരാനിൽ നിന്ന് നമ്മളിൽ നകന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഇതാ സ്നേഹത്തോടെയുള്ള ഒരു പുഞ്ചിരി, അതെ, പ്രത്യാശയുടെ പാലമായിട്ട് നൽകാൻ സാധിക്കുമെങ്കിൽ ആ സഹോദരൻ അല്ലെങ്കിൽ ആ സഹോദരി തമ്പുരാന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരും. ഇപ്രകാരം നമുക്ക് നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. എപ്രകാരമാണ് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നത്? നമ്മുടെ ചിന്താഗതി എന്താണ്? നമുക്ക് ചിന്തിക്കാം. വീണ്ടും പ്രിയമുള്ളവരെ, നമ്മൾ തമ്പുരാനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെ നിന്നാ സ്നേഹത്തിന്റെ ആധിക്യത്താല്, മനുഷ്യമക്കളോടുള്ള കരുണയുടെ ആധിക്യത്താല് തന്റെ വാക്കിന് വില കൽപ്പിക്കാത്തൊരു ദൈവം, തന്റെ തീരുമാനങ്ങളെ മാറ്റുന്ന ഒരു ദൈവത്തെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. യോനായുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, പാപത്തിൽ മുഴുകിയ നിനവെ നിവാസികളോട് തമ്പുരാന്റെ വചനം പ്രസംഗിക്കാനായിട്ട് യോനായെ നിയോഗിക്കുക. പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന ആ മക്കളെ കുറിച്ച് തമ്പുരാന് കരുതലുണ്ട്. അവർ രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഇതാ യോനായെ നിയോഗിക്കുകയാണ്. നീ കടന്നു എന്ന നിനവെ നിവാസികളോട് ഇപ്രകാരം വിളിച്ചു പറയുക, നിങ്ങളുടെ പാപത്തെ പ്രതി ദൈവമിതാ നിങ്ങളെ നശിപ്പിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാവുന്ന യോന അത് വകവയ്ക്കാതെ ഇതാ തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടി താർശീഷിലേക്ക് കപ്പൽ കയറുകയാണ്. ദൈവത്തിന്റെ സ്വഭാവം യോനയ്ക്കറിയാം. പല പ്രാവശ്യം ഇങ്ങനെ യോന വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ജനം പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ട് തമ്പുരാനിലേക്ക് കടന്നു വന്നു. യോന പറയുന്ന വാക്കുകളൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ യോനായുടെ വാക്കിനാണ് പ്രാധാന്യം കൊടുത്തത്. അവൻ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ അവനുണ്ടാകുന്ന നാണക്കേടിനെ കുറിച്ച് അവൻ വേവലാതി പൂണ്ടത്, അസ്വസ്ഥനായത്. അതുകൊണ്ടാണ് അവൻ
തമ്പുരാന്റെ വചനം കേൾക്കാതെ താർശീഷിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അറിയാം. വലിയൊരു കൊടുങ്കാറ്റ് വരികയും ആ കപ്പൽ നശിപ്പിക്കത്തക്കവണ്ണം അതിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം നശിച്ചു പോകത്തക്കവണ്ണം കൊടുങ്കാറ്റിടിച്ച് തിരമാലകൾ ഉയർന്നു. കപ്പലിലുണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവര് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. യോന ഈ സമയത്തും കപ്പലിന്റെ അടിത്തട്ടിലിൽ സുഖമായി കിടന്നുറങ്ങി. ചരക്കുകളെല്ലാം വലിച്ചെറിഞ്ഞിട്ടും വീണ്ടും കാറ്റ് കൂടിക്കൊണ്ടിരുന്നു. കപ്പൽ നശിക്കുമെന്ന് ഉറപ്പായി. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു. വിജാതീയരായിരുന്നവരൊരു കാര്യം ചെയ്തു. ഇതാര് മുഖാന്തരമാണ് ഇത് സംഭവിച്ചത്, ഇപ്രകാരം നാശം സംഭവിച്ചത്? നമുക്ക് കുറിയിട്ട് നോക്കാം. അവരെ കുറിയിട്ടപ്പം യോനായുടെ പേരാണ് വീണത്. അവർ യോനായെ തെരഞ്ഞു. അവസാനം കപ്പലിന്റെ അടിത്തട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നത് യോനായെ കണ്ടുപിടിച്ചു. അവർ യോനയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അപ്പം യോന കാര്യങ്ങളൊക്കെ പറഞ്ഞു. യോന പറഞ്ഞു, ഈ കടൽ ശാന്തമാകണമെങ്കിൽ എന്നെ നിങ്ങളെടുത്ത് കടലിലേക്ക് വലിച്ചെറിയണം. ഈ കടൽ ശാന്തമാകണമെങ്കിൽ നിങ്ങൾ എന്നെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയണം. തമ്പുരാന്റെ വചനങ്ങൾ ശ്രവിക്കാതെ ജീവിക്കുന്ന എന്റെ ജീവിതം, എന്നോട് കൂടെ ജീവിക്കുന്നവരുടെ ജീവിതം നാശത്തിലേക്ക് കടന്നുപോകും. തമ്പുരാന്റെ വചനങ്ങൾ സ്വീകരിക്കാതെ പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഒരു കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബം ഒന്നാകെ നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മാനസാന്തരം ആവശ്യമാണ്. ആ മകനെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതിനാൽ ആരെയും തള്ളിക്കളയാതെ ദൈവത്തിരുസന്നതയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വീണ്ടും എന്ത് സംഭവിച്ചു? ദൈവം അയച്ചതനുസരിച്ച് ഒരു വലിയ തിമിംഗലം യോനയെ വിഴുങ്ങുന്നു. 3 രാവും പകലും ആ തിമിംഗലത്തിന്റെ ഉദരത്തിൽ വസിക്കുന്ന യോന ഇതാ നിലമയുടെ തീരങ്ങളിൽ ഛർദ്ദിക്കപ്പെടുന്നു. യോന പോയി തമ്പുരാൻ പറഞ്ഞതുപോലെ തമ്പുരാന്റെ വചനം പ്രസംഗിച്ചു. ചാക്കുടുത്ത് ചാരം പൂശി രാജാവും സകല മൃഗങ്ങളടക്കം ആ ജനത മുഴുവൻ പശ്ചാത്താപിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞ വചനം, അതായത് നിങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തിന് വില കൊടുക്കാതെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ തന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ തന്റെ തീരുമാനങ്ങൾ മാറ്റുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഹെസക്കിയേൽ രാജാവിന്റെ ജീവിത കഥ. ഹെസക്കിയേൽ രാജാവ് രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചു കഴിയുമ്പോൾ ഇതാ ദൈവം യെശയ്യാ പ്രവാചകനെ അവന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. ഇപ്രകാരം പറഞ്ഞു, നീ ഈ രോഗത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല, നീ ഈ രോഗത്തോടുകൂടി മരിക്കും. അതിനാൽ എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളുക എന്നവനെ അറിയിക്കാനായിട്ട് യെശയ്യാ പ്രവാചകനെ പറഞ്ഞു വിടുന്നു. യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം പോയി ഹെസക്കിയേലിനോട് പറഞ്ഞപ്പോ ഹെസക്കിയേൽ ഏറെ ദുഃഖിച്ചു. അവൻ ഭിത്തിയോട് ചേർന്ന് കിടന്നുകൊണ്ട് ഇപ്രകാരം തമ്പുരാനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ മുമ്പിൽ ഞാൻ എത്ര സ്നേഹത്തോടെയാണ്, എത്ര ആത്മാർത്ഥതയോടാണ് ജീവിച്ചത്. നല്ലവനായി ജീവിച്ചിട്ട് എനിക്കിതാണല്ലോ അവസ്ഥ വന്നത്. അവന്റെ കരച്ചില്, അവന്റെ കണ്ണീര് ആ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. ദൈവം ഉടനെ തന്നെ ഇതാ പ്രവാചകൻ കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നീ അവന്റെ അടുത്തേക്ക് കടന്നു ചെന്ന് അവനോട് പറ, നീ മരിക്കുകയില്ല, നിനക്കിതാ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിനക്കിതാ വീണ്ടും ഞാൻ 15 വർഷക്കാലം ആയുസ് നീട്ടി തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണീരിന്റെയും വേദനയുടെയും മുമ്പിൽ തന്റെ തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരുണയുടെ ചിത്രമാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത്. ഇപ്രകാരം നമുക്ക് മറ്റുള്ളവരോട് ഇപ്രകാരം കരുണ കാണിക്കാൻ സാധിക്കുമോ? തന്റെ തീരുമാനങ്ങളൊന്ന് മാറ്റുവാൻ സാധിക്കുമോ? ഇന്ന് കുടുംബങ്ങളിൽ നമുക്കറിയാം, നമ്മൾ പല സംഭവങ്ങളും കേട്ടിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പാണ് TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ TV ചാനൽ മാറ്റിയ, തനിക്കിഷ്ടപ്പെട്ട ചാനലൊന്ന് മാറ്റിയ സഹോദരനെ തല്ലിക്കൊന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്റെ ഒരു തീരുമാനം, തന്റെ ഒരു ഇഷ്ടം ഒന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് അവനെ പോവുകയില്ലായിരുന്നു. ഒരു നിമിഷത്തെ ബലഹീനത, തന്റെ ഇഷ്ടം ഒന്ന് മാറ്റിവെച്ച് മറ്റുള്ളവന്റെ ഇഷ്ടമൊന്ന് പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയമുള്ളവർ, ഞാൻ ഓർക്കുക, ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഒരു സഹോദരനെ കണ്ട് സംസാരിച്ചു. സംസാരത്തിനെല്ലാം സഹോദരൻ പറയുക, ഞാൻ വർഷങ്ങളായി എന്റെ സഹോദരങ്ങളുടെ വീട്ടിൽ പോയിട്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സഹോദര? അത് ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ഇനി ആരുടെയും വീട്ടിലേക്ക് അങ്ങനെ പോകുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, അത് ശരിയായില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ആ സഹോദരങ്ങൾക്കൊക്കെ വിഷമമുണ്ട് ഞാൻ ചെല്ലാത്തതില്, പക്ഷെ ഞാനങ്ങ് തീരുമാനിച്ചു പോയി. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ചിന്തിക്കുക. ആ സഹോദരങ്ങളുടെ വേദന മനസ്സിലാക്കി ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് ആ സഹോദരങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അവർക്ക് എത്ര സന്തോഷമുണ്ടാകും. ഈ സഹോദരന്
അവിടെ കടന്നു ചെല്ലാൻ പറ്റാത്ത വണ്ണം ബന്ധനത്തിലായിരിക്കുകയാണ്. തമ്പുരാന്റെ കരുണയും സ്നേഹവും അങ്ങലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ അതിന് മാറ്റം സംഭവിക്കുകയുള്ളൂ. കുടുംബങ്ങളിൽ ജീവിത പങ്കാളികൾ തമ്മിൽ നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി അതിനെ നീട്ടിക്കൊണ്ടുപോയി വെറുപ്പും വിദ്വേഷവുമായി അവസാനം കുടുംബക്കാരൊക്കെ ചേർന്ന് മനോഹരമായ ഒരു ഡൈവേഴ്സിലേക്ക് എത്തിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. എന്നാൽ പരസ്പരം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് കുറവുകളോടൊന്ന് സ്വീകരിച്ചുകൊണ്ട് ഒന്ന് ക്ഷമിച്ചുകൊണ്ട് സാരമില്ല എന്നൊന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് എളിമപ്പെടാൻ തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയുകയാണെങ്കിൽ എത്രയോ കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ജീവിച്ചു പോകാൻ സാധിക്കും അവർക്ക്. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തൊന്ന് പരിശോധിക്കാം. നമുക്ക് എപ്രകാരമാണ് നമ്മൾ നമ്മുടെ സഹോദരനിടയിൽ വ്യാപരിക്കുന്നത്? എപ്രകാരമാണ് നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നത്? ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ നമ്മൾ ദുർവാശി കാണിക്കാറില്ലേ? ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്, ഞാൻ മാറ്റം വരുത്തുകയില്ല, ഞാനിതാ മരിച്ചാലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ എന്റെ വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റുള്ളവന്റെ രക്ഷയിലേക്ക് ഒരു തടസ്സമായി നിൽക്കുക. പിന്നെ തമ്പുരാൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്റെ തീരുമാനങ്ങളും തന്റെ വാക്കുകളും മാറ്റുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, പാപികളായ നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ തീരുമാനങ്ങളൊന്ന് മാറ്റിവെച്ചാൽ അവരതിലൂടെ രക്ഷ പ്രാപിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ചെയ്തുകൂടെ? എന്തുകൊണ്ടാണത് പറ്റാതെ വരുന്നത്? ചില വ്യക്തികളുടെ ജീവിതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മരിച്ചാലും ഞാൻ മറക്കില്ല, മരിച്ചാലും ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ നിമിഷങ്ങളിൽ പോലും ക്ഷമ കൊടുക്കാൻ സാധിക്കാതെ മരിച്ചുപോയ വ്യക്തികളുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? ദൈവത്തിന്റെ കരുണയുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതുകൊണ്ടാണ്. ഈ ദൈവസ്നേഹം മനസ്സിലാക്കണമെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാനെ, നിന്റെ കൃപ എനിക്ക് തരണമേ എന്ന്. തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയണം. ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ കരുണയും കൃപയാണ്. അതിനാൽ ക്ഷമിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം, പൊറുക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കണം. കഠിനമായി പോയിട്ടുള്ള നമ്മുടെ ഹൃദയങ്ങളെ മാംസളമാക്കി മാറ്റാൻ ദൈവത്തിന്റെ കൃപ വേണം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരുണയും കൃപയും എന്നിലേക്ക് ചൊരിയണേ. എളിമയും ശാന്തിയും കൃപയും നിറഞ്ഞ ഈശോയെ, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെ എളിമയും ശാന്തിയും കൃപയുള്ളതാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ വിലയിരുത്താം. തമ്പുരാന്റെ സന്നദ്ധിയിൽ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടച്ചുകൊണ്ട് ഒരു നിമിഷം ധ്യാനിക്കാം. എന്റെ ഈശോയെ, എപ്രകാരമാണ് ഞാൻ എന്റെ സഹോദരങ്ങളോട് വർത്തിച്ചത്? എന്റെ ഭവനത്തില്, എന്റെ ജീവിത പങ്കാളിയോട്, എന്റെ മക്കളോട്, മാതാപിതാക്കളോട്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന മക്കളോട്, എന്റെ കൂട്ടായ്മയിലുള്ളവരോട് തമ്പുരാനെ ഞാൻ ഏത് വിധമാണ് വ്യാപരിച്ചത്? എനിക്ക് അവരോട് കരുണ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഈശോയെ, എനിക്ക് സ്നേഹത്തോടെ അവരോട് ഇടപെടാൻ സാധിച്ചിട്ടുണ്ടോ? എന്റെ സ്നേഹത്തോടെയുള്ള ഇടപെടല് സാരമില്ല എന്നൊരു വാക്ക് ആ വ്യക്തികളെ പാപബന്ധനത്തിൽ നിന്ന് തിരിച്ചു വരാൻ അനുവദിച്ചിട്ടുണ്ടോ? ഞാൻ ഈശോയെ, തെറ്റുപറ്റിപ്പോയി, മാപ്പ് തരണമേ. പ്രിയമുള്ളവരെ, ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് തമ്പുരാന്റെ കൃപയും ശക്തി അഭിഷേകവും നമ്മൾ വന്ന് നിറയാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്ന്, കഴിയുന്നവരൊക്കെ എഴുന്നേറ്റ് നിന്ന് വലിയ ആഗ്രഹത്തോടെ പാടുക. ചേർന്ന് പാടാം. വലിയ പശ്ചാത്താപത്തോടെ തകർന്നുപോയ ഹൃദയങ്ങൾ ശാന്തി അരുളാൻ കനിയണേ. തകർന്നുപോയ ഹൃദയങ്ങളിൽ കണ്ണുകളടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുറ്റത്തിന്റെ നിമിഷങ്ങളാണ്. ചൊരിയണേ, അടിവേഴും മനം നൽകണേ. ചേർന്ന് പാടാം. കരുണയെന്നിൽ ചൊരിയണേ, അടിവേഴും മനം നൽകണേ.
പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, അകന്നുപോയി ഹൃദയങ്ങൾ, തകർന്നുപോയി ബന്ധങ്ങൾ, പൊറുതി നൽകാൻ കഴിയാതെ കഠിനമായ ഹൃദയങ്ങൾ അകലുമ്പോൾ ബന്ധങ്ങൾ തകർന്നു പോകുന്നു. പ്രാർത്ഥിക്കാം. യേശുവേ, കരുണയായിരിക്കണമേ. തകർന്നുപോയി ബന്ധങ്ങൾ. ചേർന്ന് പാടാം. അകന്നുപോയി ഹൃദയങ്ങൾ, തകർന്നുപോയി ബന്ധങ്ങൾ. മറുപടി നൽകാൻ പരതി നൽകാൻ കഴിയാതെ കഠിനമായി ഹൃദയങ്ങൾ. കരുണയെന്നിൽ ചൊരിയണേ, അലിവിലും മനം നൽകണേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കരുണയെന്നിൽ ചൊരിയണേ, അലിവിലും മനം നൽകണേ. ഈശോയോട് പ്രാർത്ഥിക്കാം. കൃപയും ശാന്തിയും എളിമയും നിറഞ്ഞ എന്റെ ഈശോയെ, കൃപയും ശാന്തി എളിമയും എന്നിൽ നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുവാൻ, നീ ആഗ്രഹിക്കുന്ന പോലെ സഹപ്രവൃത്തി കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. വലിയ തീക്ഷ്ണതയോട് പ്രാർത്ഥിക്കാം. കൃപയും ശാന്തിയും എളിമയും നിറഞ്ഞൊരെന്റെ യേശുവേ. ചേർന്ന് പാടാം. കൃപയും ശാന്തിയും എളിമയും നിറഞ്ഞൊരെന്റെ യേശുവേ. കൃപയും ശാന്തിയും എളിമയും നൽകി നീ അനുഗ്രഹിക്കണമേ. കൃപയും ശാന്തിയും എളിമയും നൽകി നീ അനുഗ്രഹിക്കണമേ. കരുണയെന്നിൽ ചേർന്ന് പാടാം. ചൊരിയണേ, അലിവിലും മനം നൽകണേ. കരുണയെന്നിൽ ചൊരിയണേ, അലിവിലും മനം നൽകണേ. കരുണക്കടലാ യേശുവേ, കഥനഭാരം നീക്കണേ. കരുണക്കടലാ യേശുവേ, കഥനഭാരം നീക്കണേ. തകർന്നുപോയ ഹൃദയങ്ങളിൽ ശാന്തിയരുളാൻ കനിയണേ. തകർന്നുപോയ ഹൃദയങ്ങളിൽ ശാന്തിയരുളാൻ കനിയണേ. കരുണയെന്നിൽ ചൊരിയണേ, അലിവിലും മനം നൽകണേ. കരുണയെന്നിൽ ചൊരിയണേ, അലിവിലും മനം നൽകണേ. പ്രിയമുള്ളവരെ, നമ്മുടെ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. തമ്പുരാന്റെ വലിയ കരുണയും സ്നേഹവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലെ നിമിഷം കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ കാരുണ്യവും കൃപയും കർത്താവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ മേൽ ചൊരിയണമേ പ്രാർത്ഥിക്കുന്നു. യേശു, എളിമയും ശാന്തിയും കൃപയും നിറഞ്ഞ ഹൃദയം നിറകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പരിശുദ്ധ പാപ്പ യുവജനങ്ങളുടെ സമ്മേളനത്തിൽ യുവജനങ്ങളോട് ചോദിച്ചു, യുവജനങ്ങളെ,
നിങ്ങൾ ധർമ്മം കൊടുക്കുന്നവരാണോ, ദാനധർമ്മം നൽകുന്നവരാണോ? അവരെല്ലാവരും അങ്ങനെയാണെങ്കിൽ കൈപൊക്കാൻ പറഞ്ഞു. അവരെല്ലാവരും കൈപൊക്കി. വീണ്ടും ബാപ്പ ചോദിച്ചു, നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കാറുണ്ടോ? അപ്പോൾ അതില് പകുതി പേരുടെ കൈകൾ താന്നു. വീണ്ടും ബാപ്പ ചോദിച്ചു, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ അവരുടെ കരങ്ങളിൽ സ്പർശിക്കാറുണ്ടോ? അപ്പോൾ ഏകദേശം പൂർണ്ണമായി തന്നെ കൈകൾ താന്നു. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇപ്രകാരം തന്നെയല്ലേ? എപ്രകാരമാണ് നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്? അവരുടെ കണ്ണുകളിലേക്ക് നോക്കി, അവരുടെ ദൈന്യത്തെ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹം മനസ്സിലാക്കി, ചോദിക്കാതെ തന്നെ ഇറങ്ങിച്ചെന്ന് കരുണ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തമ്പുരാൻ ആഗ്രഹിക്കുന്നതാ. നമുക്ക് ആഗ്രഹിക്കാം. തമ്പുരാനോട് അനുകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു.